ഇനി 19ാമത്തെ അധ്യായം. അഥ ഏകോനവിംശോധ്യായ. മൈത്രേയ ഉവാച. മൈത്രേയ മുനി കഥ തുടർന്ന് വിദുരരോട് പറയുകയാണ്. മൈത്രേയ മുനി പറഞ്ഞു, അനന്തരം മറ്റു മഹാരാജാക്കന്മാർ ചെയ്യാറുള്ളതുപോലെ തന്നെ വേദവിധിപ്രകാരം പൃഥു ചക്രവർത്തിയും 100 അശ്വമേധം കഴിക്കുവാൻ ആഗ്രഹിച്ചു. ബ്രഹ്മാവർത്തത്തിൽ സരസ്വതീ നദി കിഴക്കോട്ടൊഴുകുന്ന പ്രദേശത്ത് സ്വയംഭുവ മനു യാഗം തുടങ്ങിയ വിശുദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്ന പരമപാവനമായ സ്ഥലത്ത് തന്നെ ചെന്ന് യാഗദീക്ഷ ചെയ്തു. ഇദ്ദേഹത്തിന് മുമ്പേ പോയവർ ചെയ്തിരുന്നത് പോലെ തന്നെ അശ്വമേധയാഗം ചെയ്യാൻ തീരുമാനിച്ചു. അശ്വമേധയാഗം രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടുവാനും കൂടി ചെയ്യുന്ന ഒരു യാഗമാണ്. രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ബോധം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. എൻ്റേതെന്ന് നമ്മൾ കരുതുന്ന സ്ഥലമാണ് നമ്മുടെ രാജ്യം. അതിൻ്റെ വികാസത്തിന് വേണ്ടി ചെയ്യുന്ന യാഗം എന്നും നമുക്ക് അർത്ഥമെടുക്കാം. അതായത് സങ്കുചിത ബോധത്തെ വികസിപ്പിക്കുന്നതിന് ചെയ്യുന്ന പ്രക്രിയ. നമ്മളെല്ലാം ഓരോ രാജ്യത്തിൻ്റെ ഉടമകളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തിൻ്റെ വിസ്തൃതിയാണ്. എല്ലാ രാജാക്കന്മാരും അവരുടെ രാജ്യം വിസ്തരിപ്പിക്കുവാൻ ആഗ്രഹിക്കും. നമ്മളും അതുപോലെ തന്നെ ബോധ വികാസത്തിന് ആഗ്രഹിക്കും. ബോധവികാസം എങ്ങനെയാ വേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മൾ മെറ്റീരിയൽ പൊസഷൻസ് കൂട്ടാൻ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ഭൗതികമായ വസ്തുക്കൾ കൂട്ടുവാൻ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ എന്ന ബോധത്തെ വേണ്ട വിധത്തിൽ വികസിപ്പിക്കാൻ കൃത്യമായിട്ടറിയാത്തത് കൊണ്ട് പറ്റുന്ന ഒരു പ്രശ്നമാണത്. നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ നാം ചെയ്യുന്നതെല്ലാം വാസ്തവത്തിൽ ആധ്യാത്മികമായ വികാസത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭൗതികമായിട്ടുള്ള വസ്തുവകകൾ കൂട്ടാൻ സദാ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റേത്, എനിക്കുള്ളത്, അതിനെ വികസിപ്പിക്കുക എന്നതാണ് നാം അവിടെയും ചെയ്യുന്നത്. പക്ഷേ അത് കൃത്യമായ ബോധവികാസമല്ല എന്ന് മാത്രം. അനന്തരം മറ്റു മഹാരാജാക്കന്മാർ ചെയ്യാറുള്ളത് പോലെ തന്നെ വേദവിധി പ്രകാരം പൃഥു ചക്രവർത്തിയും 100 അശ്വമേധം കഴിക്കുവാൻ ആഗ്രഹിച്ചു. ബ്രഹ്മാവർത്തത്തിൽ സരസ്വതീ നദി കിഴക്കോട്ടൊഴുകുന്ന പ്രദേശത്ത് സ്വയംഭുവ മനു യാഗം തുടങ്ങിയ വിശുദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്ന പരിപാവനമായ സ്ഥലത്ത് തന്നെ ചെന്ന് യാഗദീക്ഷ ചെയ്തു. മുമ്പ് ഉള്ളവർ അനുഷ്ഠിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ അദ്ദേഹവും ചെന്ന് യാഗത്തിനായിക്കൊണ്ട് ദീക്ഷയെടുത്തു. പരമാത്മാവായ ശ്രീഹരിയുടെ അവതാരം തന്നെയായ പൃഥു ചക്രവർത്തി അതിശയകരമാം വിധത്തിൽ യാഗകർമ്മം സമാരംഭിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇന്ദ്രദേവൻ അറിഞ്ഞു. 100 അശ്വമേധയാഗങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നവന് പദവി ലഭിക്കുമെന്ന ഭയം ഉണ്ടായിരുന്ന ദേവേന്ദ്രന് പൃഥുവിൻ്റെ യത്നം ദുസ്സഹമായി തോന്നി. അപ്പം ഇന്ദ്രനും പൃഥുവും ഒക്കെ നമ്മളുടെ തന്നെ വ്യത്യസ്ത ഭാവങ്ങളാണ്. പൃഥു മഹാരാജാവിന് ബോധവികാസമുണ്ടാകണം എന്ന് തോന്നിയപ്പം ഇന്ദ്രന് ഭയം ആയി. രാജ്യവികാസം 100 അശ്വമേധം ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രപദവി ലഭിക്കും. അപ്പോൾ ഇന്ദ്രപദവി പൃഥുവിന് ലഭിച്ചേക്കുമോ എന്ന ഒരു ഭയം ഇന്ദ്രനുണ്ടായി. വേറൊരാളുടെ ഉയർച്ചയിൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത, ആ ആള് ഉയരാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നമ്മളുടെ പദവി തട്ടിയെടുക്കാനായിരിക്കുകയില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ധരിക്കുകയാണ്. വേറൊരാളുടെ പ്രവൃത്തിക്ക് നമ്മൾ കൽപ്പിക്കുന്ന അർത്ഥങ്ങൾ പലപ്പോഴും നമ്മളിൽ ഭയം ഉളവാക്കും. നമ്മളിൽ ഭയം ഉണ്ടാകുന്നതിൻ്റെ കാരണം, പല കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ ചിന്തകൾ തന്നെയാണ്. നമ്മൾ ചിന്തകളെ കടിഞ്ഞാണില്ലാതെ വിടുകയാണ്. അത് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ കയറി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിണത ഫലമാണ് ഭയം. ഈ ഭയം കൊണ്ട് എന്ത് സംഭവിക്കും? ഭയം കൊണ്ട് നമ്മൾ വീണ്ടും ചുരുങ്ങും. അപ്പോൾ വേറൊരാൾക്കുണ്ടാകുന്ന സന്തോഷം നമ്മളിൽ അസ്വസ്ഥത ജനിപ്പിക്കുകയാണെങ്കിൽ
നമ്മുടെ ബോധം വീണ്ടും സങ്കോചിക്കും. അതുകൊണ്ട് വേറൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. മൈത്രിയാദി വാസനാലഭ്യ എന്ന ലളിതാ സഹസ്രനാമത്തിലൊരു നാമം നമ്മൾ ഇതിനു മുമ്പും കേട്ടു. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ. അതിൽ മുദിത എന്ന് പറയുന്നത് മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുവാനുള്ള കഴിവിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. വേറൊരാളുടെ വളർച്ചയിൽ നമുക്ക് അസ്വസ്ഥത ഇല്ലാതാകുമ്പോൾ, വേറൊരാളുടെ വളർച്ചയിൽ നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നാം സങ്കുചിതരാകുന്നതിന് പകരം വികസിതരായി തീരും. ഇവിടെ ഇന്ദ്രന് ഭയമാണ് ഉണ്ടാകുന്നത്. ഈ ഇന്ദ്രൻ ആരാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ പറയും. ഈ ഇന്ദ്രനും പൃഥുവും ഒക്കെ ഭഗവാന്റെ അംശാവതാരങ്ങൾ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് ഈ പല വേഷങ്ങൾ കെട്ടിയാടുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ആ ഭഗവത് വേഷങ്ങളിൽ ചിലതാണ്. അതുകൊണ്ട് ഇന്ദ്രന് ഭയമുണ്ടായിരുന്നു. ദേവേന്ദ്രൻ പൃഥുവിന്റെ യത്നം ദുസ്സഹമായി തോന്നി. ബാക്കി എല്ലാവർക്കും ഇത് ഗംഭീരമാണ് എന്ന് തോന്നിയെങ്കിൽ, ഋഷീശ്വരന്മാർക്കും മുനികൾക്കും മറ്റും ദേവന്മാർക്കും മറ്റും ഇത് ഗംഭീരമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദേവേന്ദ്രന് അത് ദുസ്സഹമായി തീർന്നു. പൃഥു മഹാരാജാവ് നടത്തിയ ആ യാഗത്തിൽ സർവസമർത്ഥനും സകല പ്രാണികളിലും ആത്മാവായി വർത്തിക്കുന്നവനും ഭക്തജനങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നവനും സർവലോക ഗുരുവും സർവൈശ്വര്യ പരിപൂർണനും സർവേശ്വരനും സകല യജ്ഞഫലദാതാവുമായ ശ്രീ മഹാവിഷ്ണു നേരിട്ട് പ്രത്യക്ഷനായി യജ്ഞഭാഗത്തെ സ്വീകരിക്കുകയുണ്ടായി. അതാണ് പൃഥു നടത്തിയ യജ്ഞത്തിൻ്റെ ഒരു മഹത്വം. അതിൽ യജ്ഞസ്വരൂപനായ ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് യജ്ഞഭാഗത്തെ സ്വീകരിച്ചു. ആ ഭഗവാന്റെ വിശേഷണങ്ങളാണ് നമ്മൾ കേട്ടത്. സർവസമർത്ഥനും, എന്തും ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കും ഭഗവാൻ. സകല പ്രാണികളിലും ആത്മാവായി വർത്തിക്കുന്നവനും, എല്ലാ പ്രാണികളുടെയും പ്രാണനുള്ള എല്ലാത്തിൻ്റെയും ഉള്ളിൽ ആത്മാവായി വർത്തിക്കുന്നവനും ഭക്തജനങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നവനും. ഭഗവാന് മാത്രമേ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. സർവലോക ഗുരുവും, ലോകത്തിന് മുഴുവൻ വഴികാട്ടിയാണ് അദ്ദേഹം. സർവ ഐശ്വര്യ പരിപൂർണനും, എല്ലാ ഐശ്വര്യം കൊണ്ടും പൂർണ്ണനായതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വേണം എന്നോ വേണ്ട എന്നോ ഉള്ള തോന്നൽ ഇല്ല. സർവേശ്വരനും, എല്ലാത്തിൻ്റെയും ഈശ്വരനും, എല്ലാത്തിനെയും നിയന്ത്രിച്ച് പാലിക്കുന്നത് ഭഗവാനാണ്. സകല യജ്ഞ ഫലദാതാവുമായ, എല്ലാ പ്രവൃത്തികളുടെയും ഫലത്തെ തരുന്നത് ഭഗവാനാണ്. ഫലദാതാവുമായ ശ്രീ മഹാവിഷ്ണു നേരിട്ട് പ്രത്യക്ഷനായി യജ്ഞഭാഗത്തെ സ്വീകരിക്കുകയുണ്ടായി. ഭഗവാൻ മഹാവിഷ്ണുവിനോടൊപ്പം ബ്രഹ്മദേവൻ, ശ്രീ പരമേശ്വരൻ, ഇന്ദ്രൻ തുടങ്ങിയുള്ള ലോകപാലന്മാരും അവരുടെ അനുചരന്മാരും ഉണ്ടായിരുന്നു. അരികത്തായി ഗന്ധർവന്മാർ, മുനിമാർ, അപ്സരസുകളുടെ സമൂഹങ്ങൾ എന്നിവർ ഭഗവാന്റെ അത്ഭുത കർമ്മങ്ങളെയും ഗുണഗണങ്ങളെയും പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു. സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ദൈത്യന്മാർ, ദാനവന്മാർ, ഗുഹ്യകന്മാർ തുടങ്ങിയവരും ഭഗവാൻ ശ്രീഹരിയുടെ പാർഷദ പ്രവരന്മാരായ സുനന്ദൻ, നന്ദൻ തുടങ്ങിയവരും ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്നു. കപിലൻ, നാരദൻ, ദത്തൻ, സനകാദികൾ തുടങ്ങിയ യോഗേശ്വരന്മാരും ഭഗവത് ഭക്തന്മാരായ മറ്റനേകം മഹാത്മാക്കളും ഭഗവാനെ അനുഗമിച്ചു. ഭഗവാനോടൊപ്പം തന്നെ ഭഗവാന്റെ സകല അനുചരന്മാരും ഉണ്ടായിരുന്നു. ഭഗവാൻ വന്നാൽ ഭഗവാൻ ഒറ്റയ്ക്കല്ല വരിക, എല്ലാവരും കൂടിയാണ് വരിക. ഭഗവത് ഭക്തന്മാരും എല്ലാവരും കൂടി ചേർന്നാണ് വരിക. അപ്പൊ ഭഗവാനെ ആരാധിച്ചാൽ ഇവരെ എല്ലാം ആരാധിക്കുന്ന ഫലം കിട്ടുകയും ചെയ്യും. ഭഗവാൻ മഹാവിഷ്ണുവിനോടൊപ്പം ബ്രഹ്മദേവൻ, ശ്രീ പരമേശ്വരൻ, ഇന്ദ്രൻ തുടങ്ങിയുള്ള ലോകപാലന്മാര്, അവരുടെ അനുചരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അരികത്തായി ഗന്ധർവന്മാര്, മുനിമാര്, അപ്സരസുകളുടെ സമൂഹങ്ങൾ എന്നിവർ ഭഗവാന്റെ അത്ഭുത കർമ്മങ്ങളെയും ഗുണഗണങ്ങളെയും പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു. ഭഗവാൻ വന്നപ്പം ഭഗവാനെ പ്രകീർത്തിക്കാനുള്ളവരും സ്വമേധയാ അവിടെ എത്തിച്ചേർന്നു. സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ദൈത്യന്മാർ, ദാനവന്മാർ, ഗുഹ്യകന്മാർ തുടങ്ങിയവരും ഭഗവാൻ ശ്രീഹരിയുടെ പാർഷദ പ്രവരന്മാരായ സുനന്ദൻ, നന്ദൻ തുടങ്ങിയവരും ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഭഗവാനോടൊപ്പം
ദേവന്മാർ മാത്രമല്ല ഉണ്ടായിരുന്നത്, മുനിമാര് മാത്രമല്ല ഉണ്ടായിരുന്നത്, അപ്സരസുകളും ഗന്ധർവന്മാരും കിന്നരന്മാരും മാത്രം അല്ല ഉണ്ടായിരുന്നത്. ഭഗവാനോടൊപ്പം തന്നെ ദൈത്യന്മാരും ദാനവന്മാരും അസുരന്മാരും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഭഗവാന്റെ അനുചരന്മാർ. നമ്മൾ ധരിക്കുന്നത് പോലെ നമ്മൾ കൽപ്പിച്ചിട്ടുള്ള നല്ലത് എന്ന് പറയുന്നവർ മാത്രമല്ല ഭഗവാന്റെ അനുചരന്മാരായിട്ട് ഉള്ളത്. എല്ലാം നമ്മൾ നല്ലതെന്ന് പറയുന്നതും നമ്മൾ മോശം എന്ന് പറയുന്നതും വാസ്തവത്തിൽ ഭഗവാന്റെ അംശം തന്നെയാണ്, ഭഗവത് അനുചരന്മാർ തന്നെ ആണ്. കപിലൻ, നാരദൻ, ദത്തൻ, സനകാദികൾ തുടങ്ങിയ യോഗേശ്വരന്മാരും ഇവരൊക്കെ വലിയ യോഗീശ്വരന്മാരാണ്. കപിലൻ യോഗീശ്വരനാണ്. ഈ കപിലനെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. നാരദനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ദത്താത്രേയനെ നമ്മൾ കാണും. ദത്തൻ, സനകാദികൾ തുടങ്ങിയ യോഗേശ്വരന്മാരും ഭഗവത് ഭക്തന്മാരായ മറ്റനേകം മഹാത്മാക്കളും ഭഗവാനെ അനുഗമിച്ചു. ഭാരത കുലോത്തംസമായ വിതുര, ഭാരതകുലത്തിന് ഭൂഷണമായ അല്ലയോ വിതുര, യാഗത്തിന് വേണ്ടുന്ന എല്ലാ ദ്രവ്യങ്ങളും യജമാനനായ പൃഥു മഹാരാജാവിൻ്റെ ഇച്ഛാനുസരണം നൽകുന്നതിനായി ഭൂമിദേവി തന്നെ യജ്ഞശാലയിൽ സന്നിഹിതയായിരുന്നു. പ്രജാക്ഷേമത്തിന് ആവശ്യമായ എല്ലാ പദാർത്ഥങ്ങളും വേണ്ടുവോളം നൽകിയ ഭൂമിദേവി ചക്രവർത്തിയുടെ ഏറ്റവും വലിയ അഭീഷ്ടമായ അശ്വമേധയാഗത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടുന്നതെല്ലാം സന്തോഷപൂർവം നൽകി. ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർ ഒരു പ്രവൃത്തി തുടങ്ങിയാൽ അതിന് പ്രകൃതി മുഴുവനും അനുകൂലമായി തീരും എന്നാണ് ഭഗവാൻ വ്യാസൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ അശ്വമേധയാഗത്തെ നമ്മൾ ബോധവികാസമായിട്ട് കാണുകയാണെങ്കിൽ വേദവിധിപ്രകാരം അശ്വമേധയാഗം ചെയ്യാൻ ആരംഭിച്ചു. അപ്പം നമ്മുടെ മഹർഷീശ്വരന്മാര് കാണിച്ചു തന്നിട്ടുള്ള വഴിയെ ബോധവികാസത്തിന് ഒരുമ്പെടുന്ന ഒരാൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും പ്രകൃതി തന്നെ ഒരുക്കിത്തരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സാക്ഷാൽ ഭഗവാൻ തന്നെ വന്ന് യജ്ഞഭാഗത്തെ സ്വീകരിക്കും. ഭഗവാനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ മുഴുവനും സന്നിഹിതരാകും. ഭൂമിദേവി തന്നെ യജ്ഞസാധനങ്ങൾ ഒരുക്കിത്തരാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷയായി ഭവിക്കും. ഈശ്വരോന്മുഖരാവുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം പ്രകൃതി തന്നെ ഒരുക്കി തന്നുകൊള്ളും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭാരത കുലോത്തംസമായ വിതുര, യാഗത്തിന് വേണ്ടുന്ന എല്ലാ ദ്രവ്യങ്ങളും യജമാനനായ പൃഥു മഹാരാജാവിൻ്റെ ഇച്ഛാനുസരണം നൽകുന്നതിനായി ഭൂമിദേവി തന്നെ യജ്ഞശാലയിൽ സന്നിഹിതയായിരുന്നു. പ്രജാക്ഷേമത്തിനാവശ്യമായ എല്ലാ പദാർത്ഥങ്ങളും വേണ്ടുവോളം നൽകിയ ഭൂമിദേവി, ഈ ഭൂമിദേവിയാണ് നേരത്തെ പൃഥു മഹാരാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് പ്രജകളുടെ ക്ഷേമത്തിനായിട്ട് എല്ലാം നൽകിയത്. ആ ഭൂമിദേവി തന്നെ ഈ യജ്ഞശാലയിൽ സന്നിഹിതയായിരുന്നു. ചക്രവർത്തിയുടെ ഏറ്റവും വലിയ അഭീഷ്ടമായ അശ്വമേധയാഗത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടുന്നതെല്ലാം സന്തോഷപൂർവം നൽകി. ഈ ബോധവികാസ യാഗം ത്യാഗത്തിൻ്റെതാണ്. എൻ്റേതാണെന്ന് ഞാൻ കരുതുന്ന പരിമിതമായതെല്ലാം എൻ്റേതല്ല, അവിടുത്തേതാണ് എന്ന തിരിച്ചറിവാണ് ബോധവികാസത്തിന് കാരണമാവുക. അപ്പം നമ്മൾ സങ്കുചിതരാകുന്നത് ചിലത് മാത്രം എൻ്റേതാണ് എന്ന ഒരു ധാരണ നമുക്കുള്ളത് കൊണ്ടാണ്. എൻ്റേതും എൻ്റേതല്ലാത്തതും ഉണ്ടാകുമ്പോൾ സങ്കുചിതത്വം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. വേദവിധിപ്രകാരം മഹർഷീശ്വരന്മാര് കാണിച്ചു തന്ന വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ യാഗം എന്ന് പറയുന്നത് ത്യാഗമാണ്. ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന പരിമിതിയെ നാം ത്യജിക്കും. ആ ത്യാഗമാണ് നമ്മളെ വികാസത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ഇവിടെ ഭൂമിദേവി തന്നെ അതിന് ഒരുങ്ങി വന്നു എന്നാണ്. ഭൂമിദേവി യാഗത്തിനാവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങൾ കൊടുക്കുകയാണ്. ആ ദ്രവ്യങ്ങൾ ഓരോന്നും തൻ്റേതല്ല എന്ന ബോധം യജമാനനായ പൃഥു മഹാചക്രവർത്തി ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുകയാണ്.
ഈ പ്രകൃതിയിൽ നിന്ന് ഞാൻ ആർജിക്കുന്നതൊന്നും എൻ്റേതല്ല, മറിച്ച് അവിടുത്തേതാണ് എന്ന ബോധത്തെ ഉണ്ടാക്കുന്നത് ആണ് യാഗം. ആ ബോധമാണ് വികസിത ബോധം. അപ്പം അശ്വമേധത്തിന്റെ നടത്തിപ്പിന് വേണ്ടുന്നതെല്ലാം സന്തോഷപൂർവം നൽകി. പാല്, തൈര്, നെയ്യ് തുടങ്ങിയ ഗോരസങ്ങളും മറ്റെല്ലാ രസങ്ങളും ആവശ്യാനുസരണം നദികൾ ഒഴുക്കിക്കൊണ്ടുവന്നു കൊടുത്തു. പടർന്ന് പന്തലിച്ച് വിസ്തൃതമായി നിൽക്കുന്ന വൻമരങ്ങൾ തേൻ പോലെ മധുരമുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്തു. ഭൂമി നേരിട്ട് കൊടുക്കുക. ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറയുന്ന ഒരു ശ്ലോകമാണ് ഇവിടെ ഓർമ്മ വരുന്നത്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാനെ തന്നെ ചിന്തിച്ച് മുന്നോട്ട് നീങ്ങുന്നവർക്ക് വേണ്ടുന്നതെല്ലാം ഭഗവാൻ തന്നെ കൊടുത്തുകൊള്ളും എന്നുറപ്പിച്ച് പറയുകയാണ് ഗീതയിൽ അർജുനനോട് ശ്രീകൃഷ്ണ പരമാത്മാവ്. അപ്പൊ ഇവിടെ നമുക്കതിനൊരു പ്രത്യക്ഷ ഉദാഹരണം കാണിച്ചു തരികയാണ് വ്യാസമുനി. ബോധവികാസത്തിനായി ഒരുമ്പെട്ട പൃഥുമഹാചക്രവർത്തിക്ക് ത്യാഗത്തിനാവശ്യമായിട്ടുള്ളതെല്ലാം ഭൂമിദേവി കൊണ്ടെത്തിച്ചു കൊടുക്കുകയാണ്. സമുദ്രങ്ങളാകട്ടെ അമൂല്യങ്ങളായ രത്നങ്ങളുടെ കൂമ്പാരം തന്നെ നൽകി. ഈ രത്നങ്ങളുടെ കൂമ്പാരം രാജാവ് തന്റെ ഖജനാവിലേക്ക് ചേർക്കുകയല്ല ചെയ്തത്. ഈ രത്നങ്ങളുടെ കൂമ്പാരം തൻ്റേതല്ല എന്ന തിരിച്ചറിവോടുകൂടി അത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂമ്പാരം തന്നെ നൽകി. ഗിരിനിരകൾ ചതുർവിധമായ അന്നത്തെയും ഉൽപ്പാദിപ്പിച്ച് രാജാവിന് സമർപ്പിച്ചു. ലോകപാലന്മാരും സകല സാമന്ത രാജാക്കന്മാരും അവരവർക്ക് നൽകാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുക്കളെ കാഴ്ചദ്രവ്യങ്ങളായി നൽകി. അപ്പം ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർക്ക് പ്രകൃതി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിഭവങ്ങൾ നൽകും. ആരിലാണോ ഈ ത്യാഗ ബുദ്ധി ഉള്ളത് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് തന്നെ എപ്പോഴും കിട്ടും. ഭഗവാൻ ശ്രീ വാസുദേവന്റെ അംശജാതനായ പൃഥു ചക്രവർത്തിയുടെ ഈ വിധത്തിലുള്ള ഐശ്വര്യാതിരേകം കണ്ട് ഭഗവാന്റെ അംശാവതാരം തന്നെയായ ദേവേന്ദ്രൻ അസൂയാലുവായി യാഗത്തിന് വിഘ്നം വരുത്താൻ ഒരുമ്പെട്ടു. ബോധവികാസത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് വിഘ്നങ്ങൾ ഉണ്ടാകും. ആ വിഘ്നങ്ങൾ എവിടുന്നാണ് ഉണ്ടാവുന്നത്? അതും ഇതേ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ഏതൊരു പ്രകൃതിയാണോ യാഗത്തിനാവശ്യമായിട്ടുള്ള ശ്രേഷ്ഠമായ ദ്രവ്യങ്ങൾ മുഴുവൻ കൊടുക്കാൻ ഒരുമ്പെട്ടത്, അതേ പ്രകൃതിയിൽ തന്നെയുള്ള ഇന്ദ്രൻ, അതും ഭഗവാന്റെ തന്നെ അംശം ആണ്. ആ ഭഗവാന്റെ അംശമായിട്ടുള്ള ഇന്ദ്രൻ അതിന് തടസ്സം വരുത്താൻ ശ്രമിക്കുകയാണ്. ഈ തടസ്സങ്ങൾ നമ്മൾ ബോധവികാസത്തിന് ശ്രമിക്കുമ്പോൾ ഈ തടസ്സം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. നമ്മുടെ ഈശ്വരോന്മുഖമായിട്ടുള്ള ചര്യയ്ക്ക് വിഘ്നം വരുത്തുവാൻ വരുന്നതെല്ലാം നമ്മളിൽ തന്നെ ഉള്ളതാണ്. നമ്മളിൽ തന്നെയുള്ള സാമ്രാജ്യത്വ മോഹമാണ് ഇവിടെ ഇന്ദ്രനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്. ഈ കാണുന്ന വസ്തുവകകളുടെ മുഴുവൻ ആധിപത്യമുണ്ടാകണം എന്നുള്ള ചിന്ത, ആ ചിന്ത ഇതൊക്കെ തൻ്റേതല്ല ഭഗവാന്റേതാണ് എന്ന തിരിച്ചറിവിന് തടസ്സമുണ്ടാക്കുന്നു. അപ്പം ആ ചിന്തയെ നേരിടണം, ഇന്ദ്രനെ നേരിടണം. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ വികാസം സാധ്യമല്ല. വികാസത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ തന്നെ ഉള്ളിലുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ അംശം തന്നെയായ ദേവേന്ദ്രൻ, വേറെയല്ല ദേവേന്ദ്രനും പൃഥുവും ഒരേ ഭഗവാന്റെ അംശം തന്നെയാണ്. ഇത് ഭഗവാന്റെ ഒരു ക്രീഡയാണ്. 100ാമത്തേതും അവസാനത്തേതുമായ അശ്വമേധയാഗത്താൽ യജ്ഞപതിയായ ഭഗവാനെ പൂജിക്കാനായി പൃഥു മഹാരാജാവ് ഒരുങ്ങിയതോടെ അതിൽ സ്പർദ്ധ പൂണ്ട ഇന്ദ്രൻ മറ്റുള്ളവർക്ക് അദൃശ്യനായി വന്ന് യജ്ഞത്തിനായി തയ്യാറാക്കി നിർത്തിയിരുന്ന കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുപോയി. 100ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള അശ്വമേധയാഗം, 100 അശ്വമേധയാഗം ചെയ്യാനാണ്
പൃഥു മഹാചക്രവർത്തി തുനിഞ്ഞത്. അതിൻ്റെ വിശേഷതയാണ് നേരത്തെ പറഞ്ഞത്. ഭഗവാൻ തന്നെ നേരിട്ട് വന്നിട്ടാണ് യജ്ഞഭാഗത്തെ സ്വീകരിച്ചിരുന്നത്. പ്രകൃതി തന്നെയാണ് അതിന് വേണ്ടുന്ന വസ്തുവകകളെല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ എതിർപ്പും ഇതേ ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള ഇന്ദ്രനിൽ നിന്ന് ഉണ്ടാവുകയാണ്. 100ാമത്തേതും അവസാനത്തേതുമായ അശ്വമേധയാഗത്താൽ യജ്ഞപതിയായ ഭഗവാനെ പൂജിക്കാനായി പൃഥു മഹാരാജാവ് ഒരുങ്ങിയതോടെ, അവസാനത്തെ യാഗത്തിന് പുറപ്പെട്ടതോടെ അതിൽ സ്പർദ്ധ പൂണ്ട ഇന്ദ്രൻ മറ്റുള്ളവർക്ക് അദൃശ്യനായി വന്ന് ഈ വിഘ്നങ്ങൾ പലപ്പോഴും അദൃശ്യമായ വരിക, നമുക്ക് കാരണം കണ്ടെത്താൻ സാധിക്കില്ല. എന്താ ഇങ്ങനെ എന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. നമ്മളിൽ തന്നെ മറഞ്ഞിരിക്കുന്ന പലതരത്തിലുള്ള ഭാവങ്ങളാണ് ഈ തടസ്സങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇത് അദൃശ്യനായി വന്ന് യജ്ഞത്തിനായി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് പോയി. അശ്വമേധയാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുതിര. ആ കുതിരയെ അടിച്ചു മാറ്റിക്കൊണ്ട്